ചങ്കുകളെ ഒരു പരീക്ഷണമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. പരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ്റെ, അതായത് എന്താ ചിക്കൻ്റെ പേരെന്താ? KFC ചിക്കൻ്റെ മോഡല് നമ്മൾ നമ്മുടെ രീതിക്ക് അടിക്കുകയാണ്. അപ്പോൾ അതാണ് ഇന്ന് ചെയ്യാൻ പോണത്. പക്ഷേ പേര് പറഞ്ഞില്ല. അപ്പോൾ ആ സാധനം ഹിൽ ടോപ്പ് കിച്ചൺ സ്പെഷ്യലായിട്ട് അടിക്കുകയാണ് നമ്മൾ. ഈ എപ്പിസോഡ് ഞാൻ എന്താ പറയുക, പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് സക്സസ് ആയിരിക്കും, ഇല്ലെങ്കിൽ ഈ സാധനം പോസ്റ്റ് ചെയ്യില്ല. അപ്പോൾ കൂടുതൽ ഒന്നും പറയാനില്ല, നമുക്ക് പരിപാടി തുടങ്ങിയേക്കാം. വെള്ളം തിളപ്പിക്കാം നമുക്ക്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം, കുറച്ച് പഞ്ചസാര, ചില്ലി ഫ്ലേക്സ്, പിന്നെ ഇല ഒരെണ്ണം ഇട്ട് കൊടുക്കാം. ആ ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേ ലീഫാണ് ശരിക്കും വേണ്ടത്. അപ്പോൾ ബേ ലീഫ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ പേരെന്തായിരുന്നു, സർവ്വസുഗന്ധി എന്നാണ് നമ്മളിവിടെ പറയുന്നത്. എല്ലാവരും എന്താ പറയുന്നതെന്ന് അറിയില്ല. ഓറഞ്ചിൻ്റെ തൊലി, ആമ്പിളും മതിയാവും. ഒരു ചെറിയ പീസ് ഇട്ട് കൊടുക്കാം. ഓറഞ്ചൊക്കെ ഈ ക്യാമറ പിടിക്കുന്ന ഫുള്ള് തിന്നു, തൊലി മാത്രമേ ബാക്കിയുള്ളൂ. ചിക്കൻ അയവ നമുക്ക് ലെഗ് പീസ് എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് ഇറക്കി വയ്ക്കാം. ഇതിന് ചൂടാറണം ഗൈസ്. ചൂടാറിയിട്ട് നമുക്ക് അപ്പോഴത്തേനും ചിക്കനൊക്കെ കട്ട് ചെയ്ത് എടുക്കാം. ചിക്കൻ കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് എല്ലാ പീസും ഇടാൻ, നമ്മൾ തന്നെയല്ലേ കഴിക്കണേ. ഞാൻ തിളപ്പിച്ച് വെച്ചത് ചൂടാറണം. ചൂടാറി അതിലിട്ട് വെക്കണം. ശരിക്കും ഒരു രാത്രി ഫുള്ള്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു 12 മണിക്കൂറോളം അതിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. കാരണം മീറ്റൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആവും. ഈ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ ഇട്ടിരിക്കുന്ന അതിനാണ്. നല്ല രീതിയിൽ ചിക്കൻ്റെ ഇറച്ചിയൊക്കെ സെറ്റായിക്കോളും.
ക്ഷീണിച്ചു ഗൈസ്. അപ്പോൾ കരിക്ക് കുടിക്കാം. ഈ ക്യാമറ എടുക്കാൻ ഒരു തുള്ളി കൊടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ കരിക്ക് വെട്ടാം നമുക്ക്. കരിക്കൊക്കെ എടുക്കേണ്ടതിൻ്റെ രീതി ഉണ്ട് കണ്ടോ കേട്ടോ. മുറിയണല്ലോ എൻ്റെ മാൻ. ഇത് ഭയങ്കര മുഷ്കാണ് തോന്നി കരിക്കിന്. നൈഫിൻ്റെ മൂർച്ച ഫുള്ള് പോവല്ലോ. യപ്പ് മാൻ. എനിക്ക് വേണം. എനിക്ക് വേണം. ഇത് കരിക്കല്ലേ? വെള്ളമുണ്ട്. നല്ല വെള്ളമാണോ? കരിക്കാണ് ഗൈസ്. ഇങ്ങനെ എടുത്തിട്ട് ഇപ്പം ഇത് സംഭവം ചൂടൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് തട്ടാം. ഓക്കേ. ഞാനിതൊരു 3 മണിക്കൂർ ഇതിൽ മുക്കി വയ്ക്കും. ഇത് ശരിക്കും രാത്രി ചെയ്തിട്ട് നമുക്കിത് പകൽ രാവിലെ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇതിൽ എത്രത്തോളം മുങ്ങിയിരിക്കണം അത്രത്തോളം പൊളിയായിരിക്കും സാധനം. ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ശരിക്കും പേപ്പർ ടവലൊക്കെയാണ് വേണ്ടത്. ഞാനിവിടെ വെള്ള തോർത്താണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ചിക്കൻ കോട്ട് ചെയ്യാനുള്ള സാധനമാണ് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് വീറ്റ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഗാർലിക് പൗഡർ, കുറച്ച് റവ, എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ സാധനം. പൊട്ടറ്റോ ചിപ്സാണ്. പൊട്ടറ്റോ ചിപ്സ് എന്ന് പറഞ്ഞാൽ ഞാനിത് ലെയ്സ ബിങ്കോ പൊടിച്ചതാണത്. പിന്നെ എന്തെങ്കിലും മറന്നോ? നമുക്ക് കുറച്ച് ചിക്കൻ്റെ മസാല കുറച്ചിടാം. മതിയായിരിക്കും. കുറച്ച് ഉപ്പും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. താഴെ പോയല്ലോ. ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും കൂടെ ഇട്ട് കൊടുക്കുക. ഞാൻ ബട്ടർ മിൽക്ക് എടുത്തിട്ടുണ്ട്, അത്യാവശ്യം തണുത്ത ബട്ടർ മിൽക്ക്. അപ്പോൾ ചിക്കൻ്റെ പീസ് ഡ്രൈ ആക്കി വെച്ചത് ഇതിലൊന്ന് മുക്കുക. ഇതിൽ മുക്കുന്നു, നമ്മുടെ ബാറ്ററിൽ കോട്ട് ചെയ്യുന്നു.
നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം ചിക്കൻ്റെ എല്ലാ പീസും. ചിക്കനൊക്കെ ഏകദേശം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് പരിപാടി തുടങ്ങാം. പാൻ വെച്ചിട്ടുണ്ട്, അപ്പോൾ എണ്ണ ഒഴിക്കാം. ചിക്കൻ ഇട്ട് നോക്കാം. എണ്ണ ചൂടായി. സാധനം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതെടുക്കാം. ഇതിങ്ങനെ കണ്ടോ, എല്ലാം സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ നമുക്ക് തന്നെ ആദ്യം കഴിച്ച് നോക്കാം. പൊളി ഗൈസ്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല, പൊളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇറ്റ്സ് മീ സെബിൻ സൈനിങ് ഔട്ട് ഫ്രം ഹിൽ ടോപ്പ് കിച്ചൺ.